ഈവനിങ് 12 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാൽക്കുലേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയറും അതുപോലെ തന്നെ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദി എംപ്ലോയർ, ഈ രണ്ട് കേസാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോബ്ലം അടക്കം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ഇൻ ഹോട്ടൽ. ഈ ഒരു കേസാണ് കേട്ടോ, വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. അതായത് ഇത് നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാം. അതായത് എൻ്റെ വീട് വരുന്നത് കാലിക്കറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഷിഫ്റ്റ് ചെയ്തു, എന്നെ ട്രാൻസ്ഫർ ചെയ്തു വേറൊരു സ്ഥാപനത്തിലോട്ട്, വേറൊരു പ്ലേസിലുള്ള സെയിം കമ്പനിയാണ്, പക്ഷേ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വേറൊരു ജില്ലയിലാണ്, കൊച്ചിയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കൊച്ചിയിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കൊച്ചിയിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അവിടെ താമസിക്കാൻ സൗകര്യങ്ങളൊന്നും എൻ്റെ എംപ്ലോയർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എംപ്ലോയർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസം ഹോട്ടലിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ താമസിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ താമസിക്കൂ, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നിങ്ങൾ അവിടെ താമസിക്കൂ. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു താമസ സൗകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറയും. ഇത് നോർമലായിട്ട് ഒരുവിധം എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും നടക്കുന്ന സാഹചര്യമാണ്. എംപ്ലോയിയുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. കാരണം പെട്ടെന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ നമുക്ക് അക്കോമഡേഷൻ പെട്ടെന്ന് അങ്ങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എംപ്ലോയർക്ക്. അപ്പോൾ മേ ബി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇൻകം ടാക്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഹോട്ടൽ മുറിയിൽ അയാൾ താമസിക്കുകയെന്ന് വിചാരിക്കാം. നത്തിങ് വുഡ് ബി ടാക്സബിൾ ഇൻ ഹി സ്റ്റേ ഇൻ ഹോട്ടൽ അപ് ടു 15 ഡേയ്സ് ഡ്യൂറിങ് ദി ഇയർ. അതായത് 15 ദിവസമാണ് അല്ലെങ്കിൽ 15 ദിവസവും അതിൽ കുറഞ്ഞ ദിവസമാണ് ആ ഒരു എംപ്ലോയി ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, നത്തിങ് വുഡ് ബി ടാക്സബിൾ. അങ്ങനത്തെ കേസിൽ എന്താ അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതായത് എൻ്റെ എംപ്ലോയർ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് വരുന്നത് കാലിക്കറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്, എന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട് കൊച്ചിയിലോട്ട്. അപ്പോൾ എനിക്ക് അവിടെ പെട്ടെന്ന് താമസ സൗകര്യം എൻ്റെ എംപ്ലോയർക്ക് ഏർപ്പാടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ താമസിക്കൂ, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഒരു റൂം സെറ്റാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ 15 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ദിവസമോ ആണ് ഞാൻ ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന് ഈ ഹോട്ടലിൽ റെൻറ്റ് കൊടുക്കുന്നത് മേ ബി അയാളായിരിക്കും കേട്ടോ, എംപ്ലോയർ ആയിരിക്കും, നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എംപ്ലോയർ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന സർവീസിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു ഫെസിലിറ്റിക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 15 ദിവസമോ അതിൽ കുറവോ ആണ് ആ ഹോട്ടലിൽ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇഫ് സ്റ്റേ എക്സീഡ് 15 days, the taxable value for additional days shall be lower of 24% of salary for such a period or actual charges incurred by the employer on such a stay. അതായത് 15 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എത്ര ദിവസമാണോ അദ്ദേഹം അവിടെ നിന്നത് അത്രയും ദിവസത്തെ സാലറിയുടെ 24% അതോ എംപ്ലോയർ അടച്ചിട്ടുള്ള റെൻറ്റ് എംപ്ലോയർ അടയ്ക്കണമല്ലോ, നമ്മൾ ആ റൂമിന് വാടക കൊടുക്കണമല്ലോ, അപ്പോൾ ആ എമൗണ്ട്, ആ റൂമിന് വാടക എത്ര ദിവസമാണോ നിന്നത് അത്രയും ദിവസത്തെ വാടക, അതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അത് നമ്മൾ എന്തടയ്ക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്, മനസ്സിലായോ? അതായത് 15 ദിവസമോ അതിൽ കുറഞ്ഞ ദിവസമാണ് അയാൾ ഹോട്ടലിൽ താമസിച്ചെന്നുണ്ടെങ്കിൽ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 15 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമാണ് അദ്ദേഹം നിന്നത് നോക്കുക. അതായത് 15 ദിവസത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു 16 ദിവസം അയാൾ അവിടെ നിന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ 16 ദിവസത്തെ സാലറിയുടെ 24%, അത് ഒരു എമൗണ്ട്. പിന്നെ ഈ 16 ദിവസം എംപ്ലോയർ വാടക കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു എമൗണ്ട്, ആ എമൗണ്ട് നോക്കുക, ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട്, അപ്പോൾ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, 16 ഞാൻ ജസ്റ്റ് ഒരു മേ ബി 20 ആയിരിക്കും, അല്ലെങ്കിൽ 25 ആയിരിക്കും, മേ ബി 30 ആയിരിക്കും, കുറേ അങ്ങോട്ട് ദിവസമൊക്കെ പോയേക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഈ 2 പോയിൻറ്റ്സ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുതരാം, ഇത് അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കേസൊന്നുമില്ല. ഓക്കെ, മിസ്റ്റർ കരുണൻ ഈസ് അപ്പോയിൻറ്റഡ് അറ്റ് ചെന്നൈ.
കരുണന് ചെന്നൈയിൽ എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തു. ഹീ സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ ഫോർ 25 days ആൻഡ് ദർ ആഫ്റ്റർ ഷിഫ്റ്റഡ് ഇൻ എ ഹൗസ് പ്രൊവൈഡഡ് ബൈ ഹിസ് എംപ്ലോയർ. ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ്. അതായത് കരുണൻ എന്ന് പറഞ്ഞ ആൾ ചെന്നൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അയാൾ 25 ദിവസം എവിടെ നിന്നിട്ടുണ്ട്, ഒരു ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് എംപ്ലോയർ ഹൗസ് എന്ത് ചെയ്തത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 ദിവസവും അതിൽ കുറഞ്ഞ ദിവസവും ആണെങ്കിലാണ് എന്ത് കൊടുക്കേണ്ടാത്തത്, ടാക്സ് അടയ്ക്കേണ്ടാത്തത്. പക്ഷേ ഇവിടെ 25 ദിവസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഫ്രം ദി ഇൻഫോർമേഷൻ ബിലോ കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ്. ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 25 ദിവസമാണ് അയാൾ എവിടെ നിന്നിട്ടുള്ളത്, ആ ഹോട്ടലിൽ നിന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ദിവസത്തെ റൂം റെൻറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ് ഒരു ദിവസത്തെ. അപ്പോൾ 25 × 2 നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. പിന്നെ സാലറി ഫോർ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അതായത് ആ പ്രീവിയസ് ഇയറിൽ, അതായത് 2023-24 അദ്ദേഹത്തിൻ്റെ ആ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നതാണ് 7,30,000. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കാണും, അതായത് 25 × 2000 കാണുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ 7,30,000 എന്ന് പറയുന്നത് 365 ദിവസത്തെ സാലറിയാണ്. നമുക്ക് വേണ്ടത് 25 ദിവസത്തെ സാലറിയുടെ 24%. അപ്പോൾ ആദ്യം നമുക്ക് അത് കാണണം. അപ്പോൾ 2 എമൗണ്ട് കിട്ടും ഇവിടെ. അപ്പോൾ ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട്, അതിനാണ് നമ്മൾ എന്തടയ്ക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ വേറൊരു കേസും കൂടെ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി റിക്കവേർഡ് 200 per day ഫ്രം കരുണൻ റിഗാർഡിങ് സ്റ്റേ ഇൻ ഹോട്ടൽ. 200 രൂപ കരുണൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട്, അതായത് 25 × 200 നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് ടാക്സബിൾ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതാ ചെറുത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെ റെൻ്റാണ് 2000 പറയുന്നത്. അപ്പോൾ 2000 × 25 ദിവസം അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 2000 × 25 എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതൊരു എമൗണ്ട് നമുക്ക് കിട്ടി. അത് വലിയ എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് താഴത്തെ നോക്കാം. എന്ത്, സ്റ്റേ ഫോർ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ 7,30,000 എന്ന് പറയുന്ന ഒരു വർഷത്തെ സാലറിയാണ്. അപ്പോൾ നമ്മളത് 25 ദിവസത്തെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് 7,30,000 × 25 ഡിവൈഡഡ് ബൈ 365. 25 ദിവസത്തെ സാലറിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 50,000 കിട്ടും. ഈ 50,000ൻ്റെ 24% എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതല്ലേ ചെറിയ എമൗണ്ട് 12,000, മനസ്സിലായോ? അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, മനസ്സിലായോ? അതായത് 15 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം നിന്നു എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇവിടെ അദ്ദേഹം 25 ദിവസം നിന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ 25 ദിവസത്തെ സാലറിയുടെ 24%. ഇവിടെ 7,30,000 എന്ന് പറയുന്നത് 365 ദിവസത്തെ സാലറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 25 ദിവസത്തെ സാലറി കാണണം. 25 ദിവസത്തെ സാലറി എന്ന് പറയുന്നത് 50,000. അതെങ്ങനെയാണ് കണ്ടേ, 7,30,000 × 25 ഡിവൈഡഡ് ബൈ 365. അപ്പോൾ നമുക്ക് 50,000 കിട്ടും. ഓക്കെ, ഈ 50,000ൻ്റെ 24% കാണണം, 12,000. അപ്പോൾ ഈ 50,000 കിട്ടിയത് എങ്ങനെയാണ്, 2,000 ആണ് ഒരു ദിവസത്തെ റെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 25 ദിവസമാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. 15 ദിവസത്തിൽ കൂടുതലല്ലേ, അപ്പോൾ 25. അപ്പോൾ 25 × 2,000 എന്ന് പറയുമ്പോൾ നമുക്ക് 50,000 കിട്ടും. അപ്പോൾ ഈ 50,000 ആണോ 12,000 ആണോ വലുത്, സോറി ചെറുത്, 12,000 ആണ്. അപ്പോൾ നമുക്ക് അത് എടുക്കാം, ഈ വലിയത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ 24% ഓഫ് ഹോട്ടൽ റൂം റെൻറ്റ്. 50,000 സാലറിയുടെ 50%, സോറി 24%, 25 ദിവസത്തെ സാലറിയുടെ 24%, 12,000 എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കുറേ തവണ പറഞ്ഞു ഇപ്പോൾ ഇതില്ലേ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് 12,000 കിട്ടി. ഓക്കെ, എന്നിട്ട് പിന്നെ ഇവിടെ വേറൊരു കേസ് പറയുന്നുണ്ട്. എന്ത്, എംപ്ലോയി 200 രൂപ എല്ലാ ദിവസവും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇതാ 12,000 200 × 25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 200 × 25, 200 ഒരു ദിവസം കൊടുക്കുന്നത്. അങ്ങനെ 25 ദിവസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 200 × 25 5,000 കിട്ടും.
അപ്പോൾ നമുക്ക് 7,000 കിട്ടും. അതാണ് ടാക്സബിൾ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. നമുക്ക് എക്സാമിന് SC ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിത് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ഹോട്ടൽ മുറിയിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ 15 ദിവസമാണ് ആ എംപ്ലോയി. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാനിപ്പോൾ എൻ്റെ വീട് വരുന്നത് കാലിക്കറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. എന്നെ പെട്ടെന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ എംപ്ലോയർക്ക് പെട്ടെന്നൊരു ഹൗസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത്, ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. അതിൻ്റെ വാടക കൊടുക്കുന്നത് ആരാണ്? എംപ്ലോയറാണ്. ഞാനല്ല കൊടുക്കുന്നത്, എംപ്ലോയറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ 15 ദിവസമാണ് ഞാൻ ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ ചിലവിലാണ് താമസിക്കുന്നത്? എൻ്റെ എംപ്ലോയറുടെ ചിലവില്ല. അപ്പോൾ എനിക്കൊരു ഫെസിലിറ്റി അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 15 ദിവസമാണ് ഞാൻ ആ ഹോട്ടലിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 15 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമാണോ നിന്നത് അത്രയും ദിവസത്തെ സാലറിയുടെ 24% നോക്കുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ അത്രയും ദിവസം എംപ്ലോയർ കൊടുത്ത റെൻറ്റ് എമൗണ്ട് ഉണ്ടല്ലോ, അത് നോക്കുക. അതിലേതാണോ ഏറ്റവും ചെറിയ ഈ എമൗണ്ട് അത് നമ്മൾ എടുക്കുക ടാക്സബിൾ പെർക്വിസൈറ്റ്സ് ആയിട്ട്. ഓക്കെ, അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയി ആയ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ആ ഒരു ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇയാൾ പറഞ്ഞു 200 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ എമൗണ്ട് എന്ത് ചെയ്ത് കളയാം? മൈനസ് ചെയ്ത് കളയാം. എന്നിട്ട് കിട്ടുന്നതാണ് എന്ത് പറഞ്ഞത്? ടാക്സബിൾ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. നോട്ട്സ് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്